PSC PYQ സ്റ്റഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഓഗസ്റ്റ് 1 നമ്മുടെ 10th പ്രിലിംസിൻ്റെ സെക്കൻഡ് ഫേസ് 2 ഘട്ടവും നടക്കുകയാണല്ലോ. അപ്പോൾ ലാസ്റ്റ് സമയത്ത് നമുക്കൊരു ക്വിക്ക് റിവിഷൻ അത്യാവശ്യമാണ് അല്ലേ? ലാസ്റ്റ് സമയമാണ് നമ്മളൊരു ക്വിക്ക് റിവിഷൻ ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഏകദേശം എല്ലാം പഠിച്ചൊക്കെ കഴിഞ്ഞു കാണും. അപ്പോൾ ലാസ്റ്റ് സമയത്ത് ആ ക്വിക്ക് റിവിഷനാണ് നമ്മൾ ഒരു പ്രധാന റാങ്കിലേക്കല്ല, നല്ലൊരു മാർക്കിലേക്ക്, അതായത് കട്ട് ഓഫ് കടക്കുന്ന രീതിയിലേക്ക് നമ്മളെ എത്തിക്കുന്നത് ലാസ്റ്റ് സമയത്ത് ആ ക്വിക്ക് റിവിഷനാണ്. അപ്പോൾ നമ്മൾ ക്വിക്ക് റിവിഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണമെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഫസ്റ്റ് തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ദിവസം ഫുള്ള് നമ്മൾ പഠിക്കുമ്പോൾ നമ്മളിപ്പോൾ എല്ലാ സബ്ജക്റ്റ് ഏത് സബ്ജക്റ്റാണ് നമ്മൾ പഠിക്കുന്നത്, പഠിക്കുന്നതല്ല 2-3 സബ്ജക്റ്റാണ് നമ്മൾ റിവിഷൻ ചെയ്യുന്നത്. ആ റിവിഷൻ ചെയ്യുന്നതിൻ്റെ ലാസ്റ്റ് 1 മണിക്കൂർ, ഫസ്റ്റത്തെ മെത്തേഡ് എന്ന് വെച്ചാൽ ആ ലാസ്റ്റ് 1 മണിക്കൂർ നമ്മൾ റിവിഷൻ ചെയ്യാനായിട്ട്, അതായത് ഈ നമ്മളിപ്പോൾ ഏകദേശം എല്ലാം ഒന്ന് വായിച്ച് റിവിഷൻ ചെയ്ത് വെച്ചെന്ന് വെച്ചോ. ഇപ്പോൾ ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ബയോളജി ഒക്കെ ആണെങ്കിലും ആ ദിവസം നമ്മൾ എല്ലാം ഒന്ന് റിവിഷൻ ചെയ്തിട്ട് ആ ഒരു ദിവസത്തിൻ്റെ ലാസ്റ്റ് ടൈം നമ്മൾ നോക്കിയ ഒരു കാര്യങ്ങൾ ഒരു ക്വിക്ക് റിവിഷൻ ചെയ്യുക. മനസ്സിലായില്ലേ? ഒരു ക്വിക്ക് റിവിഷൻ, അതായത് ഇപ്പം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളും അല്ലെങ്കിൽ യുദ്ധങ്ങളോ പഞ്ചവത്സര പദ്ധതികളോ എന്തോ ആയിക്കോട്ടെ നമ്മൾ നോക്കുന്നതെന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ അന്ന് നോക്കുന്ന ടോപ്പിക്സുകൾ മുഴുവൻ കാര്യങ്ങളും നമ്മളൊന്നും വിട്ടുപോകാതെ നമ്മൾ ലാസ്റ്റ് ടൈം നമ്മൾ ആ റിവിഷൻ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ലാസ്റ്റ് ഒന്ന് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഒരു ക്വിക്ക് റിവിഷൻ നടത്തുക. ക്വിക്ക് റിവിഷൻ എന്ന് വെച്ചാൽ റിവിഷൻ വേറെ, ക്വിക്ക് റിവിഷൻ വേറെ. മനസ്സിലായില്ലേ? റിവിഷൻ വേറെയാണ്, ക്വിക്ക് റിവിഷൻ വേറെയാണ്. അപ്പോൾ ലാസ്റ്റ് ടൈം നമ്മൾ ആ പഠിച്ച കാര്യങ്ങൾ മുഴുവൻ ഒരു ദിവസത്തിൻ്റെ ലാസ്റ്റ് നമ്മളൊന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് വിടുക. മനസ്സിലായില്ല? അപ്പോൾ അത് നമുക്ക് കൂടുതൽ എഫക്റ്റീവാണ്. ഇപ്പോൾ രാത്രി 2 മണി വരെ ഇരിക്കുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുന്നവരായിക്കോട്ടെ, എങ്ങനെയാണെങ്കിലും നമ്മൾ ഒരു ദിവസം പഠിച്ച കാര്യങ്ങൾ ലാസ്റ്റ് ടൈം നമ്മൾ കിടക്കുന്നതിന് മുമ്പ് നമ്മൾ റിവിഷൻ ചെയ്ത മൊത്തം കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് കണ്ണോടിച്ചിട്ട് കിടക്കുക. അത് നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ അതാണ് ഫസ്റ്റ് കാര്യങ്ങൾ. അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഫുള്ള്, നോക്കിയ കാര്യങ്ങൾ ഫുള്ള്, പഠിച്ചതല്ല നോക്കിയ കാര്യങ്ങൾ ഫുള്ള്, എന്തൊക്കെയാണ് നമ്മൾ നോക്കിയത് അപ്പം ഒന്നുകൂടെ ഒന്ന് റിവിഷൻ ചെയ്യുക. കാര്യം നമ്മൾ പലപ്പോഴും നമുക്ക് റാങ്ക് പുറകിലോട്ടാകാൻ കാരണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ക്വിക്ക് റിവിഷൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുക, ഒരു ക്വിക്ക് റിവിഷൻ ചെയ്യുക. ലാസ്റ്റ് പഠിച്ച മുഴുവൻ കാര്യങ്ങൾ, ആ ദിവസം പഠിച്ച മുഴുവൻ കാര്യങ്ങൾ ലാസ്റ്റ് ടൈമിൽ ക്വിക്ക് റിവിഷൻ ചെയ്യുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഈ റിവിഷൻ ടൈം ടേബിൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം. അതായത് തിങ്കളാഴ്ച കേരള ഭൂമിശാസ്ത്രം, ഇന്ത്യൻ ഭൂമിശാസ്ത്രം. മനസ്സിലായില്ലേ? പിന്നെ CAയും മാത്സും നോക്കാം. ചൊവ്വാഴ്ച ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി. ബുധനാഴ്ച ശാസ്ത്ര സാങ്കേതിക മേഖല, ഭരണഘടന. വ്യാഴാഴ്ച ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, എക്കണോമിക്സ്. വെള്ളിയാഴ്ച പൊതുജനാരോഗ്യം, കലാ സാംസ്കാരിക, സാഹിത്യം, രാഷ്ട്രീയ മേഖല. പിന്നെ നമുക്ക് ഈ വെള്ളിയാഴ്ച കൊണ്ട് കറക്റ്റ് നമുക്ക് ഈ റിവിഷൻ ചെയ്ത് തീർക്കാൻ പറ്റും, ക്വിക്ക് റിവിഷനും. പിന്നെ ഈ ശനിയും ഞായറും നമുക്ക് വേണമെങ്കിൽ ക്വിക്ക് റിവിഷൻ ചെയ്ത് നമുക്ക് ഇന്ന് ബുധനാഴ്ച ഇന്ന് ചൊവ്വാഴ്ച ആകുമ്പോൾ നമ്മൾ അടുത്ത ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനിയാഴ്ച കൊണ്ട് നമുക്ക് ഈ റിവിഷൻ ചെയ്ത് തീർത്ത് ഞായറാഴ്ച നമുക്ക് ക്വിക്ക് റിവിഷൻ ചെയ്യാം. ഈ ടൈം ടേബിൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഞാനിവിടെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പോസ്റ്റ് അടിച്ചിട്ട് ഒന്ന് എഴുതി നോക്കാം. തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ കാണുന്ന ദിവസം ഏതാണോ ആ ദിവസം തൊട്ട്, ഞാൻ ഈ കേരള ഭൂമിശാസ്ത്രം ഇന്ത്യൻ ഭൂമിശാസ്ത്രമൊക്കെ ഒരുമിച്ച് എഴുതുന്നതെന്ന് വെച്ചാൽ അത് തമ്മിൽ എന്തെങ്കിലും കണക്ഷനൊക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് ചെയ്ത് പഠിക്കാൻ പറ്റും. പിന്നെ SCERT പ്ലസ് NCERT ഇതിൻ്റെ കൂടെ നോക്കിപ്പോകാൻ ശ്രമിക്കുക. പിന്നെ കറണ്ട് അഫെയർസും മാത്സ് ഞാൻ ഇതിൽ കൊടുത്തിട്ടില്ല. കൊടുക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ മാത്സ് ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും. ടഫുള്ളവർ കൂടുതൽ സമയം പഠിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിപ്പോൾ ഈ ശനിയാഴ്ച കൊണ്ട് ഈ റിവിഷൻ ടൈം ടേബിൾ തീർന്നിട്ട് നമുക്ക് ഞായറാഴ്ച ഞാൻ പറഞ്ഞ പോലെ ക്വിക്ക് റിവിഷൻ ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? ക്വിക്ക് റിവിഷനാണ് നമ്മളിവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. മനസ്സിലായല്ലോ? പിന്നെ PYQ വേണമെങ്കിൽ ചെയ്ത് നോക്കാം. അപ്പോൾ മനസ്സിലായി. വേണമെങ്കിൽ ഇതൊന്ന് പോസ്റ്റ് അടിച്ചിട്ട് എഴുതിയെടുത്തോളൂ. പിന്നെ അത് കഴിഞ്ഞ് മൂന്നാമത്തത്, നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് ഫേസിലെ ക്വസ്റ്റ്യനൊക്കെ കണ്ടല്ലോ, പ്രസ്താവന ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ജിയോഗ്രഫിയിൽ നിന്നൊക്കെ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ പ്രസ്താവന ചോദ്യങ്ങളിലെ ഓരോ പ്രസ്താവനയും നമ്മൾ ആൻസർ മാത്രമല്ല ഓരോ പ്രസ്താവനയും നമ്മൾ നോക്കിയിട്ട് അത് ഇനിയും വരാൻ സാധ്യതയുണ്ട്. മനസ്സിലായില്ലേ? ആ പ്രസ്താവന ചോദ്യങ്ങൾ, മൂന്നാമത്തെ മെത്തേഡ് എന്ന് വെച്ചാൽ ആ പ്രസ്താവന ചോദ്യങ്ങൾ നമ്മൾ എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു, ആ പ്രസ്താവന ചോദ്യങ്ങളുടെ ആൻസർ മാത്രം നമ്മൾ എഴുതരുത്, അതിൻ്റെ ബാക്കിയുള്ള ഓപ്ഷൻസും കൂടെ ഒന്ന് നോക്കിപ്പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും. മനസ്സിലായല്ലോ? ഓപ്ഷൻസും കൂടെ കറക്റ്റ് ചെയ്തിട്ട് എല്ലാം നോക്കുക.
പിന്നെ ലാസ്റ്റ് ടൈം റിലേറ്റഡ് ഫാക്ട്സും കൂടെ നോക്കി അതിൻ്റെ കൂടെ PYQയും കൂടെ വേണമെങ്കിൽ ചെയ്യാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഇഷ്ടമുള്ളവർക്ക് ചെയ്താൽ മതി PYQ. വേണമെങ്കിൽ പിന്നെ വേറെ കാര്യം വെച്ചാൽ നമുക്ക് ടൈം മാനേജ്മെൻറ്റിന് PYQ ചെയ്ത് നോക്കുന്നത് അത്യാവശ്യമാണ്. പ്രസ്താവന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ലാസ്റ്റ് ടൈം 5ാമത്തെ മെത്തേഡ് പ്രസ്താവന രീതിയിലുള്ള കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അത് ലാസ്റ്റ് ടൈം എന്ന് വെച്ചാൽ ഒരു ക്വിക്ക് റിവിഷൻ, അതായത് നമ്മൾ ക്വിക്ക് റിവിഷൻ ചെയ്ത് പിന്നെ അതിൻ്റെ കൂടെ ഈ PYQ ചെയ്ത് ടൈം മാനേജ്മെൻറ്റ്, അതായത് പ്രസ്താവന രീതിയിലുള്ള ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എങ്ങനെ ടൈം മാനേജ്മെൻറ്റ് ചെയ്ത് അത് പഠിക്കുക എന്നുള്ളതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. മനസ്സിലായല്ലോ? പിന്നെ മാത്സ് കറണ്ട് അഫയേഴ്സ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നോക്കുക. അപ്പോൾ പിന്നെ മറ്റൊരു കാര്യവും എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ലാസ്റ്റ് ടൈം എന്ന് വെച്ചാൽ പിന്നെ ആ എക്സാമിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് അത് ഞാൻ പറഞ്ഞ് കൂടെ നോക്കുക. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ PYQ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഉദാഹരണം എന്ന് വെച്ചാൽ വിവരാവകാശ നിയമപ്രകാരം കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്ന പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ചീഫ് ജസ്റ്റിസ് ഇവരാരുമല്ല. അപ്പോൾ ഇതിൽ നമ്മൾ ഈ പ്രസിഡന്റ് ആണല്ലോ നമുക്കറിയാം കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ പ്രധാനമന്ത്രിയും ചീഫ് ജസ്റ്റിസിനെയും ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇവർ നിയമിക്കുന്നത് അതോ നീക്കം ചെയ്യുന്നത്, അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടല്ലോ. അതും കൂടെ നമ്മളിപ്പോൾ ഇത് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ്, പക്ഷേ സംസ്ഥാനത്തിൽ വരുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്കറിയാം. എന്താണ്, പ്രസിഡന്റാണ് നിയമിക്കുന്ന, ഗവർണറെ നിയമിക്കുന്നു, അപ്പോൾ പിന്നെ നീക്കം ചെയ്യുന്നതും അവർ തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെയല്ലേ നമ്മൾ പിന്നെ ഇതിൽ വരുന്നത്. അപ്പോൾ അതും കൂടെ നമ്മളിപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ നമുക്ക് വരുമല്ലോ. അപ്പോൾ നമുക്ക് എന്താണ് രണ്ടും ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് വിവരാവകാശ കമ്മീഷനും മറ്റേ മനുഷ്യാവകാശം അങ്ങനെയുള്ള കാര്യങ്ങളിലെ കമ്മീഷനുകൾ അത് നമ്മളൊന്ന് കമ്പയർ ചെയ്തിട്ട് ലാസ്റ്റ് കമ്പയർ ചെയ്ത് പഠിച്ചിട്ട് അതിൻ്റെ പ്രസ്താവന ചോദ്യങ്ങൾ എങ്ങനെ വരുന്നു എന്ന് നമ്മൾ സ്വയം ഒന്ന് നമുക്ക് നമ്മൾ ഈ പ്രസ്താവന ചോദ്യങ്ങൾക്കാണ് നമുക്ക് ടൈം മാനേജ്മെൻറ്റ് തികയാതെ വരുന്നത്. മനസ്സിലായില്ലേ? നമുക്ക് പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുമ്പോൾ പ്രസ്താവന രീതിയിലെ ചോദ്യങ്ങൾ നമുക്ക് അറിയത്തില്ലെങ്കിൽ നമ്മളത് വിട്ടിട്ട് നമ്മളത് കർപ്പിക്കത്തില്ല. പക്ഷേ നമ്മൾ ഹാളിലിരിക്കുമ്പോൾ നമുക്കത് കർപ്പിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി എന്തായാലും ഉണ്ടാവും. നമ്മൾ 2-3 പ്രാവശ്യം നമ്മൾ നോക്കും. അപ്പോൾ അതാണ് പറയുന്നത്, നമ്മൾ അതിൻ്റെ ഒരു റിലേറ്റഡ് ഫാക്ട്സും പിന്നെ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾക്കുമാണ് നമ്മൾ ടൈം മാനേജ്മെൻറ്റിന് സമയം കൊടുക്കേണ്ടത്. ഇതാണ് 6ാമത്തെ കാര്യം. അപ്പോൾ നമുക്കെല്ലാം മനസ്സിലായല്ലോ. ഇപ്പോൾ ഞാൻ പറഞ്ഞ രീതിയെല്ലാം മനസ്സിലായല്ലോ. ഫസ്റ്റ് എന്താണ്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ദിവസം മുഴുവൻ പഠിച്ചിട്ട് ബാക്കി ലാസ്റ്റ് ടൈം ഒരു ക്വിക്ക് റിവിഷൻ പഠിക്കുകയല്ല, നമ്മൾ റിവിഷൻ ചെയ്തിട്ട് അതിൽ പഠിക്കുക എന്ന് പറയുന്നത്. നമ്മൾ റിവിഷൻ ചെയ്തിട്ട് ലാസ്റ്റ് ടൈം ഒരു ക്വിക്ക് റിവിഷൻ നടത്താനായിട്ട്, ക്വിക്ക് റിവിഷൻ ഒന്ന് കണ്ണോടിച്ചിട്ട് കിടക്കാനായിട്ട് ശ്രമിക്കും, കിടക്കുന്നതിന് മുന്നേ. അത് നല്ലൊരു എഫക്റ്റീവാണ്. പിന്നെ ഈ റിവിഷൻ ടൈം ടേബിൾ വേണമെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യുക. ഇതെന്ന് വെച്ചാൽ കറണ്ട് അഫയേഴ്സും മാത്സും കൊടുത്തിട്ടില്ല, അത് നമ്മൾ എന്നും പഠിക്കണം. മാത്സ് അറിയാൻ വയ്യാത്തവർക്ക് അതൊന്നും പഠിക്കേണ്ട, അല്ലാത്തവർ അവരുടെ സമയത്തിനനുസരിച്ച് കറണ്ട് അഫയേഴ്സ് പഠിക്കുക. ഇത് ഭൂമിശാസ്ത്രം, ഇന്ത്യ ഭൂമിശാസ്ത്രം, അതായത് ഹിസ്റ്ററിയൊക്കെ ഒരുമിച്ച് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു എഫക്റ്റീവായിട്ട് അതിൽ നിന്ന് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ NCERTയും ഒരു ദിവസം, ഒരു NCERTക്ക് നമ്മൾ ഒരു ദിവസം ലാസ്റ്റ് പരീക്ഷയുടെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ NCERTക്ക് ഒരു 2 ദിവസം കൊടുത്ത് അത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതിൽ നിന്ന് എന്തൊക്കെ ഫാക്ട്സ് വരുന്നതെന്ന് SCERT+NCERT പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ലാസ്റ്റ് ടൈം റിലേറ്റഡ് ഫാക്ട്സ് അതിൻ്റെ കൂടെ PYQ ചെയ്ത് നോക്കുക. പിന്നെ മാത്സ് ആൻഡ് CA. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ. അപ്പം ഇതൊക്കെ തന്നെ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു എഫക്റ്റീവായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫോളോ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, കട്ട് ഓഫ് കിടക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വേറെ റാങ്ക് ഒന്നും ഇതിലില്ലല്ലോ, കട്ട് ഓഫ് കിടക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഒന്ന് ഓണാക്കി വെക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും താങ്ക് യു.